പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ പവർ വിഷൻ പ്രേക്ഷകർക്കും നല്ലയിടയൻ എന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. അതാതിടങ്ങളിൽ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ ഓരോരുത്തരെയും പോറ്റി പുലർത്തുന്ന സർവ കൃപാലുവായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏലിയാവിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഇത് നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ്. പ്രധാനമായും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വായിക്കുവാൻ കഴിയും. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് നാം ഏലിയാവിനെ കാണുന്നത്. തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. 2-ാം വാക്യത്തിൽ ഇതാ ഏലിയാവ് ദൈവിക ആലോചന അനുസരിച്ച് അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഒരു ദേശത്തിൻ്റെ ശാപവിഷയത്തെയാണ് ഇതാ ആഹാബിനോട്, ആ പ്രദേശത്തെ രാജാവിനോട് ദൈവദാസൻ ഒരു ഭയവും കൂടാതെ പറയുന്നത്. തുടർന്ന് ദൈവിക ആലോചന അനുസരിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏലിയാവ് ആഹാബിന്റെ മുമ്പിൽ നിന്നും മാറുകയാണ്. തുടർന്ന് കെരീത് തോട്ടിൽ സീദോനോട് ചേർന്നുള്ള സാരെഭാത്തിലെ വിധവയുടെ അടുക്കൽ ഒക്കെയായി ദൈവം തൻ്റെ ദാസനെ പോറ്റി പുലർത്തുന്നു. ദൈവിക ആലോചന അനുസരിച്ച് ഇതാ വീണ്ടും ആഹാബുമായി ഏലിയാവ് അടുത്തു വരുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് ഇതാ ഏലിയാവിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കർമ്മേലിലെ യാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 18-ാം അധ്യായം 19 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. ഇവിടെ ബാലിന്റെയും അശേരുടെയും 450 മൊത്തം 880 പ്രവാചകന്മാരുമായി കർമ്മേലിന്റെ ഉത്തംഗ ശൃംഗത്തിൽ ദൈവദാസൻ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ അവർ അവിടെ വെച്ച് തകർക്കപ്പെടുന്നു. തുടർന്നുള്ള ഭാഗമാണ് നാം കുറിവാക്യമായി വായിച്ചു കേൾക്കുന്നത്. വചനത്തിന്റെ തികവനുസരിച്ച് ഏകദേശം 3.5 വർഷക്കാലം ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടായില്ല. തന്മൂലം ദേശം ക്ഷാമം കൊണ്ടും വരൾച്ച കൊണ്ടും വറ്റി വരണ്ടു പ്രതികൂലമായി. എന്നാൽ ആ സമയത്തും തൻ്റെ ഭക്തനെ പോറ്റിയ സാരെഭാത്തിലെ വിധവയെയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും തമ്പുരാൻ ശ്രേഷ്ഠമായി പരിപാലിച്ചത് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യേക അവസരത്തിൽ ഇതാ ആഹാബിനോട് പ്രവാചകൻ പറയുകയാണ്, നീ പോയി ഭക്ഷണം കഴിക്കുക, ഇതാ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഇവിടെയാണ് ഏലിയാവിന്റെ വിശ്വാസ പ്രഖ്യാപനം ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, താങ്കൾ ചില നാളുകളായി വരൾച്ചയുടെ, തകർച്ചയുടെ, പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കൂടെ പോവുകയായിരിക്കാം. എന്നാൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടി ചില അനുഗ്രഹത്തിന്റെ മുഴക്കങ്ങൾ സ്വർഗത്തിൽ തൻ്റെ ഭക്തന്മാർ കേൾക്കുകയാണ്. താങ്കൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക,
ദൈവിക ആലോചനയുടെ മുമ്പാകെ മുഴങ്കാലും അടക്കുക. താങ്കൾക്ക് വേണ്ടി ഏത് ക്ഷാമകാലത്തും ക്ഷേമത്തോട് പോറ്റുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. ഇവിടെ ഒന്നാമതായിട്ട് അതിന്റെ 41 വാക്യത്തിലാണ്, അതായത് 1 രാജാക്കന്മാർ 18 അധ്യായം 41 വാക്യത്തിൽ ആഹാബിനോട് പറയാണ്, ഇതാ വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും കോവിഡിന്റെ ഭീതിയാണ്, അനേക പ്രതികൂലങ്ങളാണ്. എന്നാൽ ഒരു അനുഗ്രഹ മഴയുടെ മുഴക്കം ഞാനും നിങ്ങളും നാം കേൾക്കേണ്ട കാലയളവ് അതിക്രമിച്ചിരിക്കുകയാ. താങ്കൾ വിഷമിക്കുന്ന വിഷയത്തിന്, ഭാരപ്പെടുന്നതിന്, നാളുകളായി സങ്കടപ്പെടുന്ന വിഷയത്തിന്മേൽ ഇതാ ഒരു സ്വർഗീയ മുഴക്കം വരാൻ പോകുക. പ്രാർത്ഥനയോടെ മുന്നേറിയാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തെ തരുവാൻ ദൈവം മതിയായവനാണ്. തുടർന്ന് നാം കാണുന്നത് അതിന്റെ 18 അധ്യായം 44 വാക്യത്തിൽ തന്റെ ദാസനോട് ഏലിയാവ് പറയുകയാണ്, ആഹാബിനോട് പോയി ബോധിപ്പിക്കണം. എന്താണെന്നറിയാമോ? മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങുക, ഇസ്രായേലിലേക്ക് പോവുക. പറയാണ്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് ആഹാബേ, നിന്റെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ഇതാ വലിയ മഴ വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ചില നാളുകളായി ചില വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹം തരാൻ തുടങ്ങിയാൽ അതിനെ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. ചില നാളുകളായി നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിവാഹം, കുഞ്ഞുങ്ങളുടെ പഠനം, കുഞ്ഞുങ്ങളുടെ വിദേശയാത്ര, ചില വ്യക്തിപരമായ ആവശ്യങ്ങൾ, ബിസിനസിന്റെ തകർച്ചകൾ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ച ഉപവസിച്ച വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. പറയാണ്, ആഹാബേ, മഴ നിന്നെ തടുക്കരുത്. ഒരാളുടെ, ഓർക്കണം, അതും രാജാവിന്റെ രഥമാണ്. അത്രമാത്രം ശക്തവും അത്രമാത്രം സുരക്ഷിതവുമായിട്ടുള്ള ആ രഥത്തെയും തടുക്കത്തക്ക വിധത്തിൽ യാത്ര ചെയ്യുവാൻ തടസ്സം സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ള വലിയ പെരുമഴ പെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ആ മഴയ്ക്ക് മുമ്പേ നീ നിന്റെ കൊട്ടാരത്തിൽ എത്തുക. അത്രമാത്രം ശക്തമായ മഴ വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരെല്ലാം നമ്മുടെയും നമ്മുടെ തലമുറയുടെയും അനുഗ്രഹത്തെയും നന്മയും തടഞ്ഞു വെച്ചാൽ, പിടിച്ചു കെട്ടിയാലും സ്വർഗത്തിലെ ദൈവം അതിന്മേൽ ജയം നൽകുന്ന ദൈവമാണ്. അതാണ് ഏലിയാവിന്റെ വിശ്വാസ പ്രഖ്യാപനം. നിന്റെ യാത്രയെ തടുക്കത്തക്കവണ്ണ വിധത്തിലുള്ള വലിയ മഴയുടെ സാധ്യത ഞാനിതാ കാണുകയാണ്. എന്നാൽ നാം 18 അധ്യായം അതിന്റെ 45 വാക്യം വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആകാശം കറുത്തിരുളുകയാണ്. ആകെ മേഘാവൃതമായി ക്ഷണത്തിൽ വൻമഴ പെയ്തതായി ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷണത്തിൽ വൻമഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഏലിയാവ് എന്താണ് 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ ആഹാബ് രാജാവിനോട് പറഞ്ഞത്, അത് അവിടെ നടക്കുകയാണ്. ദൈവ പൈതലേ, ഈ സമയത്ത് താങ്കൾ വിശ്വാസത്തോടെ ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് ഏറ്റുപറയുക, എന്റെ വിഷയം യേശുവിന്റെ നാമത്തിൽ നടക്കും. 3.5 വർഷം വറ്റി വരേണ്ട ദേശത്ത്, മഞ്ഞും മഴയുമില്ലാത്ത ദേശത്ത് ക്ഷണത്തിൽ വൻമഴ ചൊരിഞ്ഞു. എന്നാൽ ഈ വിശ്വാസ പ്രഖ്യാപനം ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ക്ഷണത്തിൽ വൻമഴ ചൊരിയുകയും ചെയ്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് 1 രാജാക്കന്മാർ 18 അധ്യായം 42 വാക്യം. അത് മറ്റൊന്നുമല്ല, ആഹാബ് രാജാവ് ഭക്ഷണത്തിനായി മലയിൽ കയറിപ്പോയപ്പോൾ ഏലിയാവ് ചെയ്തത് എന്താണ്? ഏലിയാവ് ചെയ്തത് തന്റെ മുഴങ്കാലിലേക്ക് ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഏലിയാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ പറയുന്ന ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങൾ അതുപോലെ ക്ഷണത്തിൽ നടക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ മുഴങ്കാലും അടക്കണം. ആ ദൈവദാസൻ പോയി ആഹാബ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഞാനും ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയുകയല്ല.
ഞാൻ പോയി വിശ്രമിക്കട്ടെ എന്ന് പറയുകയല്ല. ദൈവം എന്നോട് പറഞ്ഞു മഴ പെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഒഴിവാകുകയല്ല. മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇതാ ക്ഷണത്തിൽ വൻമഴ ചൊരിഞ്ഞതായി കാണുക. ഈ നാളുകളിൽ സങ്കടപ്പെടുന്ന, വിഷമിക്കുന്ന, കരയുന്ന, ഹൃദയം തകരുന്ന വിഷയത്തിനു വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മുഴങ്കാലുമടക്ക്. ദൈവദാസൻ ആ മലയുടെ ഉത്തംഗ ശൃംഗത്തിൽ തന്റെ മുഴങ്കാലുകളെ മടക്കിയെങ്കിൽ സ്വർഗം ക്ഷണത്തിൽ വൻമഴ ചൊരിയിച്ചുവെങ്കിൽ എന്റെ നിങ്ങളുടെയും വിഷയത്തിന് സ്വർഗത്തിന്റെ കിളിവാതിലിനെ തുറന്ന് അനുഗ്രഹത്തെ അയപ്പാൻ മതിയായ ദൈവമാ. നാം താഴോട്ട് വായിക്കുന്നുണ്ട്. അതായത് 42-ാം വാക്യം തീരുമ്പോൾ ഇതാ തന്റെ ദാസനോട് പറയുക, നീ പോയി നോക്ക്. അവൻ പോയി നോക്കിയ ഉടനെ ഒന്നുമില്ല, മഴയുമില്ല, കോളുമില്ല, ഒന്നുമില്ല. പറയാണ് നീ 7 പ്രാവശ്യം പോവുക. അങ്ങനെ 7-ാം പ്രാവശ്യം, അതായത് മൊത്തം 8-ാം പ്രാവശ്യമായപ്പോൾ പറയാണ്, ഒരു കൈയുടെ ആകൃതിയിൽ ഒരു ചെറിയ മേഘം വരുന്നുണ്ട്. ദൈവ പൈതലേ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവം വിശ്വാസ പ്രഖ്യാപനത്തെയും മുഴങ്കാലിൽ ഇരുന്നതിനെയും മാനിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്ച്ച ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവം ഇന്ന് എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. നാം വായിക്കുന്നുണ്ട് അതിന്റെ 46-ാം വാക്യത്തിൽ, ഇതാ ഏലിയാവ് രഥം പൂട്ടി ഓടുകയാണ് ഇസ്രായേലിലേക്ക്. എന്നാൽ ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേളിലോട്ട് വന്നപ്പോൾ ഇത് ആഹാബിനെക്കാട്ടിൽ മുൻപിലായി ഏലിയാവ് ഓടുകയാണ്. ദൈവ പൈതലെ, വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഏത് വ്യക്തി ഇറങ്ങിത്തിരിച്ചോ ആ വ്യക്തിയെ മാനിച്ച് അനുഗ്രഹിച്ച് എത്തേണ്ടിടത്തെത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഈ ഏലിയാവിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന ഏത് വിഷയത്തെ നോക്കി പറയുക, അതെ, ഞാനൊരു വലിയ അനുഗ്രഹത്തിന്റെ മുഴക്കം കേൾക്കുന്നു. എന്നിട്ട് മുഴങ്കാലം അടക്കുക. എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തോട് പറയുക, എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കൈ ഒരു വലിയ അനുഗ്രഹ മഴയായി, ആശിഷമാരിയായി പെയ്തിറങ്ങുന്നു. അത് ക്ഷണത്തിൽ സംഭവിക്കും. ഈ വിശ്വാസത്തോടെ ഏലിയാവിന്റെ വിശ്വാസം നമുക്കും ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കാം. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഏറ്റെടുത്ത് ഒരു വലിയ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാകുവാൻ സർവ കൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യമായ സമയത്തിനായി സ്തോത്രം. ഏലിയാവിന്റെ വിശ്വാസ പ്രഖ്യാപനം ഞങ്ങളും ഏറ്റുപറയുന്നു. ആ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ വൻമഴ പെയ്ത് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ നിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമെന്ന് യേശു മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. തുടർന്ന് ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ കിഡ്സ് ചർച്ചിന്റെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗോഡ് ബ്ലെസ് us all. Praise the Lord. I thank the Lord Almighty for giving me this opportunity to stand before you with the Word of God on behalf of the Good Friends Gospel team and the Kids Church. Today, I am here to share my thoughts on a character from the Bible who has interested me. When we learn the Bible, we come across a lot of women, queen, prophetess, servants, slaves, soldiers, etc. But when we read in depth, we see that there is only one person throughout the Bible who is addressed as a girl, and she is the servant in the house of a commander-in-chief. Let us all turn our Bibles to 2 Kings chapter 5 verse 1 to 5. 2 Kings chapter 5 verse 1 to 5. Naaman was the commander-in-chief of the king of Aram. At the time of war, God had given victory to Aram against Israel. Radius had gone and taken captive a lot of people as slaves,
and in that group, a Jewish girl was also taken along with them. In the Bible, there are no other details given about her, like her parents and family members. When I read from the Bible about this incident, I came to a conclusion that she was almost my age. So this girl influenced me a lot. That is why I have chose to speak about the servant girl for today's devotion. Although there is no other whereabouts or backgrounds other than mentioned in the above passage, her character and behavior is much appreciated. I would like to share with all of you some points that I learned about her. Number 1. She was a servant girl. She was bought as a captive. Although it was Naaman who brought her home, it was Naaman's wife who looked after everything at home. If his wife had not liked her, she wouldn't have kept her home. As we all know, most of our mothers are not satisfied in whatever we do. They always find mistakes in everything we do. This is today's reality. I mean, in our home, school, and workplace, people like to find mistakes in others. But why do you think Naaman's wife liked the girl and let her to be at home? Of course, she always obeyed her mistress and was very humble and did her job very well without any hesitation, rejection, or any back answer. As we know nowadays, these are again some problems at home, and this can destroy the peaceful harmony at home. So this good character of hers shows us or teaches us a lesson that wherever we may be, let it be a servant or a slave, we have to obey our superiors with respect and without any kind of prejudiced mentality. As there is a very good example in the Bible, on the last night of Jesus, while he was in the Gethsemane, he says, "Father, if you are willing to take this cup from me, yet not my will, but yours be done." It is said in St. Luke chapter 22, verse 42. So we have to understand God's will in our life and surrender ourselves into His hands to do His will without any questioning, murmuring and arguing as this girl did. In other sense, we have to accept and be content with whatever God has given to us. Number 2. She inquired the reason for her mistress's unhappiness. While the girl was working with her mistress, she got into a very close relation with her mistress, and she also found out that everything was fine, but there is some kind of problem that is kept as a secret or as a personal and family issue. So one day she asked her mistress the reason. The girl has no idea about the response that her mistress might give her, but she tried to seek the reason which she felt was the reason for her mistress's unhappiness. This point got me thinking, because nowadays people are so selfish. Nobody has even got a minute to spare for someone else's problems or sorrows. Even in our prayers, we show our selfishness only. We tell a list of things that we want God to provide us with. There is no concern about others' needs or issues. But in Ecclesiastes chapter 7 verse 2, it is mentioned that it is better to go to a house of mourning than to go to a house of feasting. I agree that no one can wipe out others' issues and sorrows completely, but at least we can ask the person who sits next to us. If everyone does the same thing, people who see it would try doing it so, and this might give a little relief to the person who is in pain. This is what Jesus taught us. Love your neighbor as yourself. The most famous parable of all, the Good Samaritan, explains the same. So the servant girl pushes us to open our eyes for others who are in trouble and to respond in an affectionate manner. Number 3. A girl who advises a remedy for the problem. Through her mistress, she understood the problem.
She also knew that both her mistress and master has got all money, power and influences because her master was in a great position as the commander-in-chief of the army. When she came to know the unhappiness for the family was because of her master's disease of leprosy, she suggested the most appropriate remedy for his recovery from leprosy. As we read in the Bible, she told her mistress that there is a prophet in her country, and if the master goes to meet him, he will be able to cure Naaman from his disease. Dear all, Jesus is the only answer for each and every problem we have, let it be personal, family, official, financial, sickness and other day-to-day issues. As it is said in St. John chapter 14 verse 6, Jesus answered, I am the way, the truth and the life. No one comes to the Father except through me. So we can blindly guide our friends, neighbors and relatives to Jesus like this girl did. Number 4. A girl who had true affection to her mistress's family. As we read in the Bible, she was a girl who was taken captive and was also a servant. Naturally, she is supposed to have a hatred towards them. And when she came to know that her master has got one of the most ghastly diseases of all, she could have been very happy within her heart. But instead, we see her sincere thoughtfulness towards the family, and she suggests a way that her master would recover from his leprosy permanently. Let us all think of ourselves. If any one of us was in this place, what would we do? If our class teacher, parents, elders, Sunday school teachers corrects us, we wouldn't like it at all. We look at them like our adversary. But this girl has advised me or us to change our attitudes totally and to love and care even for our enemies as our Lord Jesus taught us. So if we need to have affection to someone, our insight should change as we read in 2 Corinthians chapter 5 verse 17. Number 5. She proclaimed the truth to all she knew. When she came to know the real problem in her mistress's family, she was very happy to share the real medicine which she knew or that was experienced by the others in her country. She was not shy, was not afraid, wasn't silent, didn't think about it twice, but all of a sudden gave out the real cure for that communicative disease, leprosy. She forgets herself or the kind of position that she has got in that house, just as a servant or a slave, but she is very happy to proclaim that a godly man will be able to cure our master's leprosy easily. We have to spread the gospel to others just like our ancestors did. After the resurrection of Jesus, he gave only one commandment to his disciples that can be read in St. Mark chapter 16 verse 15. He said to them, "Go into the world and preach the gospel to all creation." So let's say in any circumstances, we have to witness as well as introduce our Lord Jesus, as St. Paul advises that, "I am not ashamed to spread the gospel to Gentiles or any race." Dear all, we should never forget of who we are and always remember from where we came from to our present status. Yes, it is only because of the Word of God, and we have to spread the gospel to how many ever possible, just like the Israeli servant girl did. So let me conclude by saying that the above mentioned are some of the qualities that can be adopted by us and most importantly be implemented into our daily lives for the glory of God and for the expansion of His kingdom. May God bless us all.